ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പ്രധാനപ്പെട്ടതാണ്, PSC ആവർത്തിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നോട്ട് എഴുതി പഠിച്ചോളൂ. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ്? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1935. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം മുംബൈ. മുംബൈയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ₹1 നോട്ട് അച്ചടിച്ചിറക്കുന്നത് ആരാണ്? ₹1 നോട്ട് അച്ചടിച്ചിറക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. ₹1 നോട്ട് അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പ്. ₹1 നോട്ട് ഒഴികെയുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ആരാണ്? ഭാരതീയ റിസർവ് ബാങ്ക്. ₹1 നോട്ട് ഒഴികെയുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്ക് വായ്പയുടെ നിയന്ത്രണം നിർവഹിക്കുന്നത് ഏതു ഘടകത്തിൽ മാറ്റം വരുത്തിയാണ്? ഉത്തരം പലിശ നിരക്ക്. റിസർവ് ബാങ്ക് വായ്പയുടെ നിയന്ത്രണം നിർവഹിക്കുന്നത് ഏതു ഘടകത്തിൽ മാറ്റം വരുത്തിയാണ്? പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ്. അടുത്ത ചോദ്യം, പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് എന്താണ് ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയും. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? ഇന്ത്യയിൽ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIയുടെ ആദ്യ ഗവർണർ ആരാണ്? RBIയുടെ ആദ്യ ഗവർണറാണ് സർ ഓസ്ബോൺ സ്മിത്ത്. സർ ഓസ്ബോൺ സ്മിത്ത് ആണ് RBIയുടെ ആദ്യ ഗവർണർ. ഇന്ത്യക്കാരനായ ആദ്യ RBI ഗവർണറാണ് സർ CD ദേശ്മുഖ്. ഇന്ത്യക്കാരനായ ആദ്യ RBI ഗവർണറാണ് സർ CD ദേശ്മുഖ്. ഏറ്റവും അധികം കാലം RBI ഗവർണറായി സേവനമനുഷ്ഠിച്ചത് ആരാണ്? ഉത്തരം ബെനഗൽ രാമറാവു. ഏറ്റവും അധികം കാലം RBI ഗവർണറായി സേവനമനുഷ്ഠിച്ചത് ബെനഗൽ രാമറാവു. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? ഇപ്പോഴത്തെ RBI ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. ബാങ്കുകളുടെ പ്രധാന വരുമാന മാർഗം എന്താണ്? ബാങ്കുകളുടെ പ്രധാന വരുമാന മാർഗം എന്താണ്? വായ്പയുടെ പലിശയും നിക്ഷേപത്തിന്റെ പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ്. വായ്പയുടെ പലിശയും നിക്ഷേപത്തിന്റെ പലിശയും തമ്മിലുള്ള വ്യത്യാസം. ഇന്ത്യയിൽ ആധുനിക രീതിയിൽ പ്രവർത്തനം തുടങ്ങിയ ആദ്യ ബാങ്ക് ഏതാണ്? ഇന്ത്യയിൽ ആധുനിക രീതിയിൽ പ്രവർത്തനം തുടങ്ങിയ ആദ്യ ബാങ്ക് ഏതാണ്? ഉത്തരം 1770 ആരംഭിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇന്ത്യയിൽ ആധുനിക രീതിയിൽ പ്രവർത്തനം തുടങ്ങിയ ആദ്യ ബാങ്കാണ് 1770 ആരംഭിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ സ്ഥാപിച്ചത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1969 ഇന്ത്യയിൽ ദേശസാൽക്കരിച്ച ബാങ്കുകളുടെ എണ്ണം എത്രയാണ്? 1969 ഇന്ത്യയിൽ ദേശസാൽക്കരിച്ച ബാങ്കുകളുടെ എണ്ണം 14. ബാങ്കുകളുടെ രണ്ടാം ഘട്ട ദേശസാൽക്കരണം ഏത് വർഷമായിരുന്നു? ബാങ്കുകളുടെ രണ്ടാം ഘട്ട ദേശസാൽക്കരണം ഏത് വർഷമായിരുന്നു? 1980. 1980 ബാങ്കുകളുടെ രണ്ടാം ഘട്ട ദേശസാൽക്കരണം നടന്നത്. 1980 ഇന്ത്യയിൽ എത്ര ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്? 6 ബാങ്കുകൾ. 1980 ഇന്ത്യയിൽ എത്ര ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്? 6 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിപ്പിച്ച വർഷം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിപ്പിച്ച വർഷം 2017. ഏതൊക്കെ സ്ഥാപനങ്ങൾ ലയിച്ചാണ് വിപണി മൂല്യത്തിൽ ലോകത്തെ 4ാമത്തെ ബാങ്കായി മാറിയത്? ഏതൊക്കെ സ്ഥാപനങ്ങൾ ലയിച്ചാണ് വിപണി മൂല്യത്തിൽ ലോകത്തെ 4ാമത്തെ ബാങ്കായി മാറിയത്? ഉത്തരം HDFCയും HDFC ബാങ്കും.
വിപണി മൂല്യത്തിൽ ലോകത്തെ ആദ്യ സ്ഥാനത്തുള്ള ബാങ്കിംഗ് സ്ഥാപനം ഏതാണ്? ഉത്തരം JP മോർഗൻ ചേസ്. വിപണി മൂല്യത്തിൽ ലോകത്തെ ആദ്യ സ്ഥാനത്തുള്ള ബാങ്കിംഗ് സ്ഥാപനമാണ് JP മോർഗൻ ചേസ്. വിപണി മൂല്യത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്തുള്ള ചൈനീസ് ബാങ്ക് ഏതാണ്? വിപണി മൂല്യത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്തുള്ള ചൈനീസ് ബാങ്കാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ചൈന. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ഏത് വർഷമാണ് ദേശസാൽക്കരിച്ചത്? ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ഏത് വർഷമാണ് ദേശസാൽക്കരിച്ചത്? ഉത്തരം 1980. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായും ആർക്കാണ്? പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായും ആർക്കാണ്? ഉത്തരം ഇന്ത്യ ഗവൺമെന്റ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്തു പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളാണ് സ്വകാര്യ വിദേശ ബാങ്കുകൾ. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്തു പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളാണ് സ്വകാര്യ വിദേശ ബാങ്കുകൾ. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായി 1975 സ്ഥാപിച്ച ബാങ്കിംഗ് സംവിധാനമാണ് റീജിയണൽ റൂറൽ ബാങ്ക്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായി 1975 സ്ഥാപിച്ച ബാങ്കിംഗ് സംവിധാനമാണ് റീജിയണൽ റൂറൽ ബാങ്ക്. ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്നതിനും ഈ മേഖലയിലേക്ക് കടന്നുവരുന്ന വ്യക്തികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ബാങ്കാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. ഗ്രാമീണ വ്യവസായത്തെ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായിക്കുന്ന ബാങ്കാണ് ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക് സിഡ്ബി. ഗ്രാമീണ വ്യവസായത്തെ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായിക്കുന്ന ബാങ്കാണ് സിഡ്ബി. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക എന്നീ അടിസ്ഥാന ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും നൽകാൻ പറ്റാത്ത സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക എന്നീ അടിസ്ഥാന ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും നൽകാൻ പറ്റാത്ത സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുക, 1936 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. KSFE ഏതു തരത്തിലുള്ള ധനകാര്യ സ്ഥാപനമാണ്? ബാങ്ക് ഇതര ധനകാര്യ കമ്പനി. KSFE ഏതു തരത്തിലുള്ള ധനകാര്യ സ്ഥാപനമാണ്? ബാങ്ക് ഇതര ധനകാര്യ കമ്പനി.